സമയം ഇപ്പം വെളുപ്പിന് ഒരു 6:15 നേരമൊക്കെ ദേ വെളുത്ത് വരുന്നേ ഉള്ളൂ. രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഓട്ടോയും പിടിച്ച് കടയിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇന്ന് സ്കൂൾ പിള്ളേരുടെ ഓണാഘോഷ പരിപാടിയുടെ 2 ഡ്രസ്സ് പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് തീർക്കാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ ഞാൻ. അപ്പം ഈ ഒരു പെൻഡിങ് വരാൻ കാരണം പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാനൊരു ബ്ലൗസ് സ്റ്റിച്ചിങ് എടുത്തതാണ് കേട്ടോ. അപ്പം ഞാനത് ഒഴിവാക്കി വിട്ട സാധനമായിരുന്നു. പക്ഷേ എന്നെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചു. അവർ താമസിക്കുന്ന സ്ഥലത്തൊക്കെ ചോദിച്ചു, അവിടെയൊന്നും ഇപ്പം വർക്ക് എടുക്കത്തില്ല, എല്ലാ ഓണത്തിൻ്റെ തിരക്കാണെന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കി വിട്ടെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ കാര്യം ഓർമ്മ വന്നപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് വന്നെന്നൊക്കെ പറഞ്ഞ് ഇപ്പം എനിക്ക് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിച്ചു. പക്ഷേ എങ്ങനെയെങ്കിലും ചെയ്തു തരാൻ പറഞ്ഞ് വർക്ക് എടുത്തു കഴിഞ്ഞ് അന്നത്തെ പകൽ മൊത്തം എനിക്ക് തന്നവർ സാധനം തീർത്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ സ്ഥിരം കസ്റ്റമറുണ്ട്, അവരൊക്കെ തീർത്ത് കൊടുക്കാതെ എനിക്ക് മറ്റൊരാളുടെ എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ലാസ്റ്റ് മിനിറ്റിൽ കൊണ്ട് തന്ന ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ കസ്റ്റമറുടെ വേണ്ടപ്പെട്ട ഒരാൾ എന്നെ വിളിച്ചിട്ട് ഭയങ്കര ഭീഷണിപ്പെടുത്തും. തുണി തയ്ക്കാൻ പറ്റത്തില്ലായിരുന്നെങ്കിൽ എന്തിന് തുണി വാങ്ങിച്ചു വെച്ചു, ഞാനുണ്ടായിരുന്നെങ്കിൽ ആ തുണി എടുത്ത് തയ്ക്കാൻ തരത്തില്ലായിരുന്നു, അങ്ങനെ ഇങ്ങനെയായിരുന്നു, പറ്റത്തില്ലേ പറഞ്ഞാൽ മതിയായിരുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ആ സ്റ്റിച്ചിങ് എടുത്തപ്പം എൻ്റെ സാഹചര്യം വന്നവരും കണ്ടതാണ്. എൻ്റെ സാഹചര്യം അവരോട് ഞാൻ പറയുകയും ചെയ്തത്. എനിക്ക് തിരക്കാണെന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒന്ന് താ ചേച്ചി എന്ന് പറഞ്ഞാണ് എൻ്റെ കൈയും കാലും പിടിച്ച് എടുപ്പിച്ചത്. പക്ഷേ അത് കഴിഞ്ഞപ്പം എനിക്ക് ഇച്ചിരി നല്ല ബാഡായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായി. അപ്പം ആ സമയത്ത് ഏത് തയ്യൽക്കട ചെന്നാലും ഇതേ അവസ്ഥ തന്നെയായിരിക്കും. കാരണം സ്കൂൾ പിള്ളേരുടെ മിക്ക സ്കൂളുകളുടെയും ഓണാഘോഷ പരിപാടി ആ സമയത്താണ്. അന്നേരം അന്നേരം എൻ്റെ മനസ്സ് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞ കാര്യം. പക്ഷേ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചത് കൊണ്ട് എടുത്തു പോയി. അപ്പോൾ കുറേ ഭീഷണിപ്പെടുത്തൽ പോലെ കിട്ടി. പക്ഷേ തിരിച്ചെനിക്ക് പറയാൻ അറിയാൻ മേലത്തോണ്ടല്ല. പക്ഷെ എനിക്കന്നേരം ഓണത്തിരക്കായതുകൊണ്ട് എനിക്ക് തിരിച്ച് മറുപടി പറയാൻ പോയപ്പോൾ പിന്നെ അതിൻ്റെ വാലെ തൂങ്ങി പോകണമെന്ന് ഓർത്തുകൊണ്ട് പിന്നെ മിണ്ടാതിരുന്നത്. രാത്രി താമസിച്ചാണ് ഞാൻ ആ ഒരു ബ്ലൗസ് കൊടുത്തത് തന്നെ. ഇട്ട് കഴിഞ്ഞപ്പം ആൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. ഇതിന് മുന്നേ എന്നെക്കൊണ്ട് തയ്പ്പിച്ചതാണ്. പക്ഷേ ഇപ്പോൾ സ്ഥലം മാറി വേറെ എവിടെയോ താമസിക്കുന്നത്. അപ്പോൾ അവിടെയൊന്നും പറ്റാത്തതുകൊണ്ടാണ് എൻ്റെ അടുത്ത് വന്നത്. പക്ഷേ ഇട്ടിപ്പം ബ്ലൗസിനൊരു കുഴപ്പമില്ല, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. അത്രയും നേരം ഞാൻ ടെൻഷൻ അടിച്ച് തയ്ച്ചപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ കയ്യിൽ നിന്ന് പോകുമെന്ന് ഓർത്തു. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു കുഴപ്പമോ ഒരു കംപ്ലയിൻറ്റോ ഒന്നും വന്നില്ല. ഇട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ മുഖത്ത് സന്തോഷം കണ്ടപ്പോൾ എനിക്ക് സത്യം സങ്കടമാണ് വന്നത്. കാരണം എന്തുവാ ഈ തയ്ക്കാനിരിക്കുന്നവർക്കെല്ലാം ചുമ്മാ ഇരുന്നങ്ങ് തയ്ച്ചാൽ മതി ചിലർക്ക് വിചാരം. ഒരു സൂചിയും അല്ലെങ്കിൽ ഒരു കുറച്ച് നൂലും ഉണ്ടെങ്കിൽ ഒരു മെഷീനും ഉണ്ടെങ്കിൽ നിങ്ങൾ ചവിട്ടി വിട്ടാൽ മതി എന്നായിരിക്കും വിചാരം. പറ്റത്തില്ലെങ്കിൽ വാങ്ങിച്ച് വെക്കരുതെന്ന് പറയുന്നുണ്ട്. എനിക്ക് പറ്റത്തില്ലെന്ന് പറയുമ്പോഴത്തേന് പലരും പറയും അഹങ്കാരമാണ്, അങ്ങനെ പറയും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചിലർ പൈസ തരാതെ മുങ്ങുന്നവരുണ്ട്. ഇവരെയൊക്കെ തരണം ചെയ്താണ് ഞാൻ ഈ കട മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ഈ കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു എന്തിനാ വർക്ക് എടുത്തത്, അത് എടുക്കണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞ്. പിന്നെ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ വെളിയിൽ. പിന്നെ കുറേ നേരം റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് എനിക്കിനി അടുത്തൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ മറ്റേ മദ്രാസ് ചെക്കിൻ്റെ ഒരു മോഡലാട്ടോ. പിന്നെ അത് തയ്ക്കാൻ എടുത്തപ്പോൾ ഭയങ്കരമായിട്ട് നടുവേദന വന്നത്. കാരണം ഈ ഒരാഴ്ച തയ്യൽ കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ തൊട്ടപ്പുറത്തെ കടയിൽ ചേച്ചിയെ വിളിച്ച് 3-4 ഇടിയൊക്കെ കൊടുത്തു കേട്ടോ നടുവിന്. അപ്പോൾ തൊട്ടപ്പുറത്ത് ഒരു കയറിത്താമസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം കയറിത്താമസത്തിൻ്റെ വിളി ഉണ്ടായിരുന്നേ. അപ്പം ഞാനും അമ്മയും ആലങ്കുട്ടനും രാഗിയും അജിത ചേച്ചിയും ആനിയാൻ്റിയും അമ്മയും കൂടെ ആട്ടോ പോയത്. വീട് കാണാൻ അടിപൊളി വീടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാട്ടോ വീടിൻ്റെ ഓണർ. അപ്പം അമ്മയുടെ കുടുംബശ്രീയിലുള്ള ചേച്ചി പ്രസന്ന ചേച്ചി. അപ്പം ആ നിൽക്കുന്ന ചേച്ചിയുടെ മോള്. അപ്പം വീടെല്ലാം ഒന്ന് കയറി കണ്ട് എനിക്ക് ഈ ഒരു പൂ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ എല്ലാവരും പതിയെ പിന്നെ സദ്യയിലേക്ക് കടന്നു. അപ്പം പരിപ്പും പപ്പടവും പായസവും എല്ലാവരുടെ കൂട്ടിലുള്ള ഒരു ഊണായിരുന്നു കേട്ടോ. അപ്പം അത് പായസം അടപ്രഥമനായിരുന്നു പായസം. അപ്പോൾ രാഗി ഈ സൈഡിലും രാഗിയുടെ അമ്മ ആ സൈഡിലും പിന്നെ ആലങ്കൂട്ടനും ആൻറ്റിയൊക്കെ അമ്മയൊക്കെ അങ്ങോട്ട് വന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും എന്നെ ജ്യോതി ചേച്ചി വാങ്ങിച്ചു തന്ന കമ്മലാട്ടോ ഇത്. ഇപ്പം എനിക്ക് വാങ്ങിച്ചു തന്നതാണേ. ഞാൻ എപ്പോഴും റിങ്ങാണ് ഇടുന്നതെന്ന് ഓർത്തുകൊണ്ട് ചേച്ചി എനിക്ക് റിങ്ങിൻ്റെ ഒരു കമ്മലാണ് വാങ്ങിച്ചു തന്നത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ആ കമ്മൽ കാണാൻ വേണ്ടി. ഞാനിപ്പോൾ ഇടുന്നതിനേക്കാൾ കുറച്ചുകൂടെ ചെറിയൊരു കമ്മലാണ്, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടി. ഞാൻ പൊതുവെ അങ്ങനത്തെ കമ്മലാണ് യൂസ് ചെയ്യാറ്. ഈ വീഡിയോ എടുക്കുന്നത് ആഗസ്റ്റ് 21 എനിക്ക് തോന്നുന്നു കേട്ടോ. പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇടാൻ പറ്റിയില്ല, മറന്നുപോയി കേട്ടോ. പിന്നെ എൻ്റെ സ്വഭാവത്തിന് ഓണത്തിൻ്റെ വീഡിയോ ക്രിസ്മസിന് ഇടേണ്ട അവസ്ഥ വരും. അതുകൊണ്ടായാലും ഉണ്ടായില്ലല്ലോ. ചേച്ചി എനിക്കൊരു ഉപ്പേരിയും പിന്നെ ശർക്കര വരട്ടിയും വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഓണത്തിന് ഇവിടെ കാണുകയില്ല, അതുകൊണ്ട് നേരത്തെ വാങ്ങിച്ചു തന്നാന്ന് പറഞ്ഞത്. പിന്നെ ചേട്ടാ ഒരു ഐസ്ക്രീമും കൊണ്ടുവന്നായിരുന്നു. ഇതെല്ലാം കഴിച്ചിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.